വേണ്ട വിധം കണ്ണു തുറന്നു നോക്കിയാൽ ഈ പ്രകൃതിയെ ധ്യാനാത്മകമായ മനസ്സോടെ വീക്ഷിച്ചാൽ നാം തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. എത്രയോ വലിയ അത്ഭുതമാണ് ഈ പ്രപഞ്ചം. രഹസ്യങ്ങളുടെ കലവറ. കണ്ടതൊന്നുമല്ല കാണാനിരിക്കുന്നത്, കേട്ടതൊന്നുമല്ല കേൾക്കാനിരിക്കുന്നത്, മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത, അവൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത എത്ര കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി നിലയുറപ്പിച്ചിരിക്കുന്നത്. മനുഷ്യസാധ്യമല്ലാത്ത എത്രയോ മഹാസൃഷ്ടികൾ. പ്രപഞ്ചത്തിൻ്റെ ഈ മഹാ അത്ഭുതങ്ങൾക്ക് വ്യത്യസ്ത മുഖങ്ങളാണ്. ഈ വ്യത്യസ്തതകളുടെ പിന്നിലുള്ള ആരും പറയാത്ത കഥകളും സംഭവങ്ങളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ അൺടോൾഡ് സ്റ്റോറീസ് പങ്കുവയ്ക്കുന്നത്. അറിവും കാഴ്ചയും അനുഭൂതിയും ഒന്നിക്കുന്ന അൺടോൾഡ് സ്റ്റോറീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഷെക്കേന ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. എന്താണ് ഗുഹ? പെട്ടെന്നൊരു ചിത്രം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അല്ലേ? ശരിയാണ്. ഭൂനിരപ്പിന് അടിയിലുള്ള അകം പൊള്ളയായ സ്ഥലത്തെയാണ് ഗുഹകൾ എന്ന് വിളിക്കുന്നത്. വലിയ ശിലകൾക്കും മണ്ണിനും കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നാണ് ഗുഹകൾ രൂപപ്പെടുന്നത്. നദീപ്രവാഹം, അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടാകുന്ന ലാവാ പ്രവാഹം, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും ഗുഹകൾ രൂപം കൊള്ളാറുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ ഗുഹകളുണ്ട്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറ പോലെയുള്ള നിരവധി ഗുഹകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് അത്തരം ഗുഹകളെ കുറിച്ചല്ല. തുലനം ചെയ്യാൻ കഴിയാത്ത വിധം വ്യത്യസ്തമായ, വിസ്മയനീയങ്ങളായ അത്ഭുതം സൃഷ്ടിക്കുന്ന ഗുഹകളെ കുറിച്ചാണ്. അത്തരം ഗുഹകളുടെ കഥ നമുക്ക് പോർച്ചുഗലിൽ നിന്ന് തന്നെ തുടങ്ങാം. ലോകത്തിലെ ആദ്യത്തെ ആഗോള സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് പോർച്ചുഗൽ. യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് മഹാസമുദ്ര തീരത്താണ് ഈ രാജ്യം. വിനോദസഞ്ചാരത്തിന് പേര് കേട്ട പോർച്ചുഗലിന്റെ തെക്കൻ തീരപ്രദേശത്താണ് പ്രകൃതി വിസ്മയമായ ബെനഗിൽ കടൽ ഗുഹ. അൽഗാർവേയിലെ ബെനഗിൽ പട്ടണത്തിന് കിഴക്ക്. പോർച്ചുഗലിൽ നിരവധി കടൽ ഗുഹകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ബെനഗിൽ. അൽഗർ ഡി ബെനഗിൽ എന്നാണ് യഥാർത്ഥ പേര്. മത്സ്യബന്ധനം പ്രധാന വരുമാന മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന ഗ്രാമമാണ് ബെനഗിൽ. പോർച്ചുഗലിലെ ഏറ്റവും മനോഹരമായ കടൽ ഗുഹ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കടൽ ഗുഹകളിൽ ഒന്നാണ് ഇത്. അടുത്ത കാലം മുതൽ ഗ്ലോബൽ ഇന്റർനെറ്റ് സ്റ്റാറായി മാറിയിട്ടുണ്ട്. അമേരിക്കൻ മാഗസിനായ ദി ഹഫിംഗ്ടൺ പോസ്റ്റ് 2014 ലോകത്തിലെ ഏറ്റവും മികച്ച 10 ഗുഹകളെ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊന്നിൽ ഇടം പിടിച്ചത് ഈ ഗുഹയായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തിരമാലകളാണ് ബെനഗലിന് രൂപം കൊടുത്തത്. കടലിലേക്ക് തുറന്നു കിടക്കുന്ന ജാലകങ്ങളാണ് ഗുഹയുടെ ഒരു പ്രത്യേകത. മറ്റു ഗുഹകളിൽ നിന്ന് വ്യത്യസ്തമായ വായുസഞ്ചാരത്തിനും സൂര്യപ്രകാശത്തിനും ഇത് ഇടയാക്കുന്നു. തൽഫലമായി പ്രകൃതിയുടെ മനോഹര ദൃശ്യം ഇവിടെ രൂപപ്പെടുന്നുണ്ട്. ഫോട്ടോഗ്രാഫർമാരെയും ടൂറിസ്റ്റുകളെയും ഇവിടേക്ക് ആകർഷിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കും. ഗുഹയ്ക്കുള്ളിലെ ഇൻഡോർ ബീച്ചാണ് ബെനഗിലിന്റെ മറ്റൊരു സവിശേഷത. ബോട്ട് സവാരിക്കിടയിൽ വിശ്രമിക്കാനുള്ള ഇടത്താവളമായി ഇത് മാറുന്നു. ബോട്ടിലൂടെ മാത്രമേ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപകടസാധ്യത ഉള്ളതിനാൽ നീന്തൽ അനുവദിക്കാറുമില്ല. വലുപ്പവും പ്രകൃതിദത്തവുമായ രൂപീകരണവും മൂലം ബെനഗിൽ ഗുഹയെ ബെനഗിൽ കത്തീഡ്രൽ എന്നും വിശേഷിപ്പിക്കാറുണ്ട്.
ആയിരക്കണക്കിന് വർഷത്തെ കടലിന്റെയും കാറ്റിന്റെയും മണ്ണൊലിപ്പിന്റെയും ചരിത്രമുണ്ട് ഈ ഗുഹയ്ക്ക് പറയാൻ. ഇനി ഐസ്ലാൻഡിലെ ഐസ് ഗുഹകളുടെ വിശേഷം കേൾക്കാം. പ്രകൃതിയുടെ അസാധാരണവും വിസ്മയാവഹവുമായ അത്ഭുതങ്ങളിലൊന്നാണ് ഐസ് ഗുഹകൾ. കറുത്ത ഐസ് ഗുഹകൾ, നീല ഐസ് ഗുഹകൾ, ക്രിസ്റ്റൽ ഐസ് ഗുഹകൾ, ഇങ്ങനെ പ്രകൃതി തന്നെ മെനഞ്ഞെടുത്ത ഗുഹകൾ മുതൽ മനുഷ്യനിർമ്മിത ഐസ് ഗുഹകൾ വരെ ഐസ്ലാൻഡിലുണ്ട്. എങ്ങനെയാണ് ഈ ഐസ് ഗുഹകൾ അല്ലെങ്കിൽ ഹിമാനി ഗുഹകൾ രൂപമെടുത്തിരിക്കുന്നത്? പറയാം. ഭൂഗർഭതാപം മൂലമുണ്ടാകുന്ന ഉപരിതലത്തിലെ ഉരുകിയ ജലത്തിന്റെ ഡ്രെയിനേജും സബ്ഗ്ലേഷ്യൽ പ്രവാഹവും ചേർന്നാണ് ഐസ് ഗുഹകൾ രൂപം കൊള്ളുന്നത്. കരയിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുപാടങ്ങളെ ഹിമാനികൾ അഥവാ ഗ്ലേഷ്യൽ എന്നാണ് വിളിക്കുന്നത്. ഉരുകിയ വെള്ളം ഹിമാനിക്കടിയിലൂടെ ഒഴുകി മഞ്ഞ് ഉരുകുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഐസ് ഗുഹകൾ രൂപമെടുക്കുന്നു. അതായത് ഹിമാനികൾക്കുള്ളിലെ ഹിമത്തിൽ നിന്നാണ് ഈ ഗുഹകൾ രൂപപ്പെട്ടിരിക്കുന്നത്. സാധാരണ ഗുഹയിൽ അസാധാരണമായ വിധത്തിൽ മഞ്ഞു നിറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഇവയെ ഐസ് കേവ്സ് എന്ന് വിളിക്കുന്നു. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഐസ് ഗുഹകളിൽ അതിശയിപ്പിക്കുന്ന പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട്. മഞ്ഞുകാലത്ത് ഐസ് ഗുഹയിൽ പലവിധ ഐസ് രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അവയ്ക്ക് വികാസ പരിണാമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ചൂട് സമയത്താകട്ടെ ഉപരിതലത്തിലെ മഞ്ഞ് ഉരുകി തുടങ്ങും. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഗുഹയുടെ സൗന്ദര്യത്തിന് തിളക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. പൂർണ്ണമായും പ്രകൃതി പണിതതാണെങ്കിലും ഓരോ ഐസ് ഗുഹകളും ആകൃതിയിൽ വ്യത്യസ്തമാണ്. ചില ഗുഹകളാകട്ടെ ഒന്നിലധികം വാതിലുകളുമുണ്ട്. ക്രിസ്റ്റൽ ഐസ് ഗുഹകളിൽ ഐസ് സീലിങ്ങുകളുമുണ്ട്. പ്രകാശവിന്യാസത്തിന് സുതാര്യമായ വിധത്തിലുള്ളവയാണ്. വളരെ പ്രശസ്തമായ പ്രകൃതിദത്ത ഘടനയാണ് ക്രിസ്റ്റൽ ഗുഹയ്ക്കുള്ളത്. വളരെ കട്ടിയുള്ളതും കനത്തതുമായ നീല മഞ്ഞുപാളികയാണ് ഇതിനുള്ളത്. എല്ലാ ഐസ് ഗുഹകളും അസാധാരണമാണെങ്കിലും അവയിൽ ചിലത് മറ്റുള്ളവയേക്കാൾ വേറിട്ട് നിൽക്കുന്നു. ഐസ് ഗുഹകൾ ഒരു നിറം മാത്രം കാണിക്കുന്നത് അപൂർവമാണെങ്കിലും കറുത്ത നിറത്തിലുള്ള ഐസ് ഗുഹകളുമുണ്ട്. ഐസ്ലാൻഡിലെ ലാങ്ജോക്കുൾ ഐസ് ഗുഹ മനുഷ്യനിർമ്മിത ഗുഹയാണ്. മഞ്ഞു മൂടിയ ആഴത്തിൽ നിർമ്മിച്ച ഈ ഗുഹയിൽ ഒരു ദേവാലയമുണ്ട്. മെക്സിക്കോയിലുമുണ്ട് ഭീമാകാരമായ ഒരു ക്രിസ്റ്റൽ ഗുഹ. ഈയം, സിങ്ക്, വെള്ളി എന്നിവ കൊണ്ട് സമ്പന്നമായ ഒരു പർവ്വതത്തിൽ 290 മീറ്റർ ഭൂമിക്കടിയിലാണ് ശാസ്ത്രീയമായ നിഗൂഢതയും അപൂർവ സൗന്ദര്യവും ചേർന്ന ഈ ഭൂഗർഭ ഗുഹ. മെക്സിക്കോയിലെ നൈക്കയ്ക്കടുത്തുള്ള പർവ്വതത്തിന് താഴെ പുതിയ അയർ നിക്ഷേപങ്ങൾക്കായി ഖനനം നടത്തിയ ജുവാൻ, പെട്രോ സാഞ്ചസ് എന്നീ സഹോദരന്മാരാണ് ഈ ഗുഹ ആദ്യമായി കണ്ടെത്തിയതെന്നാണ് നാഷണൽ ജിയോഗ്രഫിക് ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. 2000-ലായിരുന്നു അത്. ആകസ്മികമായ തങ്ങളുടെ കൺവട്ടത്ത് കണ്ട അതിശയകരമായ കാഴ്ച അവരെ തെല്ലൊന്നുമല്ല അമ്പരിപ്പിച്ചു കളഞ്ഞു. തൗട്ട് നിറത്തിലുള്ള ചുണ്ണാമ്പു കല്ലുകളും ജിപ്സത്തിന്റെ തിളക്കമുള്ള ബീമുകളും നിറഞ്ഞ കാഴ്ചയായിരുന്നു അത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതിദത്ത ക്രിസ്റ്റലുകളാണ് ഇവിടെയുള്ളത്. 12 മീറ്ററാണ് ഇതിന്റെ വലുപ്പം. ഗുഹയിലെ ഉയർന്ന താപനിലയാണ് ഗുഹാപര്യവേക്ഷണത്തിന് തടസ്സം സൃഷ്ടിച്ചത്. 10 മിനിറ്റിൽ കൂടുതൽ സമയം ഗുഹയ്ക്കുള്ളിൽ കഴിച്ചുകൂട്ടാനാവും. ഗുഹയുടെ പ്രധാന മുറിയിൽ നിന്ന് ഏകദേശം 2-3 മൈൽ താഴെയുള്ള ദ്രാവക മാഗ്മയുടെ ഒരു കുളത്തിൽ നിന്നാണ് ഗുഹയിൽ ചൂടുണ്ടാകുന്നത്.
ജിപ്സം ധാതുക്കളാൽ സമ്പന്നമായ വെള്ളം ഗുഹയിലൂടെ ഒഴുകുന്നുമുണ്ട്. മാഗ്മയിൽ നിന്നുള്ള ചൂടും ധാതു സമ്പന്നമായ വെള്ളവും ചേർന്നാണ് ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത്. 2015 വെള്ളപ്പൊക്കം ക്രിസ്റ്റലുകൾ വളരുന്നതിനാവശ്യമായ ധാതുക്കൾ നിറയാൻ കാരണമായി. ശാസ്ത്രജ്ഞരുടെ പഠനഫലമായി കണ്ടെത്തിയത് ഹൈഡ്രേറ്റഡ് സൾഫേറ്റ് ജിപ്സം 5 ലക്ഷം വർഷം കൊണ്ടാണ് ഇന്ന് കാണുന്നത് പോലെയായത്. മെക്സിക്കോയിൽ തന്നെയുള്ള പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് ഇക്കിൽ സിനോട്ട്. ഭൂഗർഭജലം തുറന്നു കാട്ടുന്ന ചുണ്ണാമ്പു കല്ലിന്റെ തകർച്ചയുടെ ഫലമായി ഉണ്ടാകുന്ന പ്രകൃതിദത്തമായ ഒരു കുഴിയാണ് സിനോട്ട്. മെക്സിക്കൻ ഭൂപ്രകൃതിയുമായി ബന്ധിപ്പിച്ചാണ് സിനോട്ട് എന്ന പദം പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഇത്തരം സിനോട്ടുകളിൽ ഏറ്റവും മനോഹരമാണ് ഇക്കിൽ. 40 മീറ്റർ ആഴവും 60 മീറ്റർ വ്യാസവും ഈ ഭൂഗർഭ ജലാശയത്തിന് ഉണ്ട്. പൊതുജനങ്ങൾക്ക് നീന്തലിനായി തുറന്നു കൊടുത്തിരിക്കുന്ന ഇക്കിൽ ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 26 മീറ്റർ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മെക്സിക്കോയിലെ ഏറ്റവും മനോഹരമായ സിനോട്ടാണ്. ചരിത്രപ്രധാനമായ മായൻ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇതിന്റെ സമീപത്തുണ്ട്. ഇക്കിൽ എന്നത് മായൻ ലാംഗ്വേജ് ആണ്. പ്ലേസ് ഓഫ് ദി വിൻഡ്സ് എന്നാണ് അർത്ഥം. മുന്തിരിവള്ളികൾ ഇടതൂർന്ന് വളർന്ന് താഴേക്ക് കിടക്കുന്നവയാണ് ഇക്കിലിന്റെ ഭിത്തികൾ. മറ്റു തരത്തിലുള്ള ചെടികളും ഇവിടെ അലങ്കാരമായിട്ടുണ്ട്. കുത്തനെയുള്ളവയാണ് ചുറ്റുമതിലുകൾ. ചെറിയ വെള്ളച്ചാട്ടങ്ങളും മതിലുകളിൽ നിന്ന് പുറപ്പെടുന്നുമുണ്ട്. പ്രകൃതി സൗന്ദര്യം കൊണ്ടോ പ്രകൃതിയുടെ പ്രതിഭാസം കൊണ്ടോ മാത്രമല്ല ഇക്കിൽ ശ്രദ്ധേയമാകുന്നത്. മെക്സിക്കോയിലെ ഏറ്റവും പവിത്രമായ സ്മാരകങ്ങളിൽ ഒന്നായിട്ടാണ് ഇവിടം പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. വൈറ്റമോ ഗ്ലോമോം ഗുഹകളാണ് മറ്റൊരു അത്ഭുതം. 300 ഗുഹകളുള്ള ഈ ഭൂഗർഭ സംവിധാനം ന്യൂസിലാൻഡിലാണുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ന്യൂസിലാൻഡിന്റെ നോർത്ത് ഐലൻഡിലെ നോർത്തേൺ കിങ് കൺട്രി പ്രവിശ്യയിൽ ഓക്ലാൻഡിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറും ഹാമിൽട്ടണിൽ നിന്ന് 1 മണിക്കൂർ തെക്കോട്ടും റോട്ടോർവയിൽ നിന്നും 2 മണിക്കൂർ പടിഞ്ഞാറോട്ടും സഞ്ചരിച്ചാൽ വൈറ്റോമോ ഗ്ലോമോയിലെത്തും. ഇരുണ്ട നീല നിറത്തിൽ പ്രകാശിക്കുന്ന ഗുഹയാണ് ഇത്. രാത്രിയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു ആകാശം പോലെയാണ് ഗുഹയുടെ മുകൾ ഭാഗം കാണപ്പെടുന്നത്. എന്നാൽ ഇവ നക്ഷത്രങ്ങളല്ല, പ്രകാശിക്കുന്ന 100 കണക്കിനുള്ള ഗ്ലോവമുകളാണ്. നാടോടി കഥകളിലെ പോലെയുള്ള സാങ്കല്പിക ലോകത്തിന്റെ പ്രതീതി ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. മാവോറി ഭാഷയിൽ നിന്നാണ് വൈറ്റോമോ എന്ന വാക്ക് രൂപപ്പെട്ടത്. വൈ എന്നാൽ വെള്ളമെന്നും ടോമോ എന്നാൽ ഡോലൈൻ എന്നുമാണ് അർത്ഥം. ദ്വാരത്തിലൂടെ കടന്നുപോകുന്ന വെള്ളം എന്നാണ് ഇതിന്റെ അർത്ഥം. ഒളിഗോസിൻ ചുണ്ണാമ്പുകല്ലുകളിൽ നിന്നാണ് ഈ ഗുഹ രൂപം കൊണ്ടിരിക്കുന്നത്. ചുണ്ണാമ്പുകല്ല് വെള്ളത്തിനടിയിൽ വളയുകയും കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുകയും ചെയ്യുമ്പോൾ ഭൂമിക്കുള്ളിലെ ചലനമാണ് ഗുഹയ്ക്ക് കാരണമായി മാറിയത്. വായുസഞ്ചാരം കൂടുതലായപ്പോൾ ചുണ്ണാമ്പുകല്ലുകൾ വേർപ്പെടുകയും വിള്ളലുകളിലൂടെ വെള്ളം ഒഴുകുകയും ചെയ്തു തുടങ്ങി.
മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെയുള്ള പ്രതീതിയാണ് ഈ ഗുഹയിലൂടെയുള്ള സഞ്ചാരം ഉണർത്തുന്നത്. 1889 മുതൽക്കാണ് ലോകത്തിന്റെ ശ്രദ്ധ ഇവിടേക്ക് സവിശേഷമായ വിധത്തിൽ പതിഞ്ഞത്. കാലം മുന്നോട്ട് പോകും തോറും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആഴം കുറഞ്ഞ ജലചാനലുകളിൽ നിന്നുള്ള ട്യൂബിംഗ്, വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുള്ള ചാട്ടം, വെളിച്ചമില്ലാത്ത ഗുഹകളിലെ ഇരുണ്ട വെള്ളത്തിലുള്ള റാഫ്റ്റിംഗ് എന്നിവയെല്ലാമാണ് സഞ്ചാരികളുടെ വിനോദങ്ങളിൽ പെടുന്നത്. താരകം പൂത്ത മേൽക്കുരയ്ക്ക് കീഴിലൂടെയുള്ള വോയ്റ്റോമ ഗുഹയിലൂടെയുള്ള ബോട്ട് യാത്ര ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തവും ആസ്വാദ്യകരവുമാണ്. പ്രകൃതി കലകളുടെ കൊട്ടാരം എന്ന പേരുള്ള ഒരു ഗുഹയുടെ വിശേഷങ്ങളാവാം ഇനി. ചൈനയിലെ റീഡ് ഫ്രൂട്ട് കേവ്. മുമ്പ് നാം കേട്ട പല ഗുഹകളിൽ നിന്നും വ്യത്യസ്തമായി കാൽനടയായി മാത്രമേ ഈ ഗുഹയിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. 150 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടവയാണ് കല്ലുകളുടെ ഈ വിചിത്ര ലോകം. പ്രകൃതി കലകളുടെ കൊട്ടാരമായി വിശേഷിപ്പിക്കപ്പെടുന്നതും ഇതുകൊണ്ടാണ്. ജിയോളജിസ്റ്റുകളുടെ കണക്ക് പ്രകാരം ഗുഹയ്ക്ക് 6 ലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷത്തെ ജലശോഷണത്തിന്റെ ഫലമാണ് ഈ ഗുഹകൾ. ചുണ്ണാമ്പ് കല്ലിന്റെ അടിത്തട്ടിൽ വിള്ളലുകൾ രൂപപ്പെട്ടപ്പോൾ ഈ വിള്ളലുകളിലേക്ക് വെള്ളം ഒഴുകുകയും ഡ്രെയിനേജ് സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഒടുവിൽ പൂർണ്ണ ഗുഹകളായി മാറുകയും ചെയ്തു. 240 മീറ്ററാണ് ഗുഹയുടെ നീളം. ടാങ് രാജവംശം നിലനിന്നിരുന്ന AD 792 വരെയുള്ള 70-ൽ അധികം ശിലാലിഖിതങ്ങൾ ഗുഹയിലുണ്ട്. 1940-കളിലാണ് ഈ ഗുഹയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത്. ജപ്പാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി വന്നവർക്ക് അഭയകേന്ദ്രമായി മാറിയത് ഈ ഗുഹയായിരുന്നു. അങ്ങനെയാണ് ഗുഹയെക്കുറിച്ച് അറിയാനിടയായത്. വിവിധ തരം മത്സ്യങ്ങൾ, ആമകൾ, മറ്റു ജീവജാലങ്ങൾ എല്ലാം ഈ ഗുഹയിൽ രാപാർക്കുന്നുണ്ട്. 1962-ലാണ് ഗുഹ പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നുകൊടുത്തത്. കടലാക്രമണത്തിന്റെ ഫലമായി രൂപമെടുത്ത ഒരു ഗുഹയാണ് ചിലിയിലെ പാറ്റഗോണിയ മേഖലയിലുള്ള ബ്ലൂ മാർബിൾ കേവ്. മറിഞ്ഞിരിക്കുന്ന രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഗുഹയ്ക്ക് കാപ്പിലാസ് ഡി മോർമോൾ എന്നും പേരുണ്ട്. ജനറൽ കരേര തടാകത്തിന് നടുവിലാണ് ഗുഹ. ചിലിയിലെ ഏറ്റവും വലിയ തടാകമാണ് ജനറൽ കരേര. ചിലിയിൽ നിന്ന് അർജന്റീന വരെ ഈ തടാകം വ്യാപിച്ചു കിടക്കും. ഇരു രാജ്യങ്ങളും പങ്കിടുന്ന തടാകമാണ് ഇത്. വർഷം മുഴുവൻ കൊടും തണുപ്പാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഗുഹയിൽ നീന്തലോ കുളിയോ മറ്റു വിനോദങ്ങളോ സാധ്യമല്ല. ബോട്ടിലൂടെയുള്ള സഞ്ചാരം മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. ധാതു അവശിഷ്ടങ്ങൾ ധാരാളമുള്ള ഹിമാനികളിൽ നിന്നാണ് തടാകത്തിലേക്ക് വെള്ളം വരുന്നത്. സൂര്യപ്രകാശം വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ദിവസങ്ങളിൽ തടാകത്തിലെ ധാതുക്കൾക്ക് നിറഭേദം സംഭവിക്കുകയും അത് നീലയായി കാണപ്പെടുകയും ചെയ്യും. 6000-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഗുഹയ്ക്ക്. ധാതുസമ്പുഷ്ടമായ ഹിമാനി ജലമാണ് മാർബിൾ ഗുഹയ്ക്ക് മനോഹരമായ ഈ നിറങ്ങൾ നൽകിയിരിക്കുന്നത്. ഗുഹയിലേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശവും തടാകത്തിലെ ജലനിരപ്പും തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഗുഹകളുടെ നിറം വ്യത്യാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ സന്ദർശനത്തിലും വ്യത്യസ്തവും നൂതനവുമായ അനുഭവമാണ് ഈ മാറ്റം സന്ദർശകരിൽ സൃഷ്ടിക്കുന്നത്.
ഗുഹാഭിത്തികൾ നീലയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് മാറി മാറി അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇളം നീല നിറത്തിൽ നിന്ന് ചിലപ്പോൾ അത് നേവി ബ്ലൂ ആയി മാറും. ചെറിയ ബോട്ടുകളിലൂടെ മാത്രമേ ഗുഹയിലെത്താൻ സാധിക്കുകയുള്ളൂ. അവസാനമായി പറയാൻ പോകുന്നത് കാൾസ്ബാദ് ഗുഹകളെ കുറിച്ചാണ്. തെക്കുകിഴക്കൻ ന്യൂ മെക്സിക്കോയിലെ ഗ്വാഡലൂപ്പെ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കാൾസ്ബാദ് കാവേൻസ് ദേശീയോദ്യാനത്തിന്റെ ഭാഗമായുള്ള ഗുഹയാണ് ഇത്. പാറക്കെട്ടുകളും മലയിടുക്കുകളും കള്ളിമുൾച്ചെടികളും പുല്ലുകളും വളരുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെയൊരു ഗുഹയുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയണമെന്നില്ല. ദേശീയ ഉദ്യാനത്തിന്റെ പ്രധാന ആകർഷണവും ഈ ഗുഹയാണ്. ബിഗ് റൂം എന്ന് വിളിക്കപ്പെടുന്ന വലിയ ചുണ്ണാമ്പ് കല്ലാണ് ഗുഹയുടെ പ്രത്യേകത. 1923 ദേശീയ സ്മാരകമായി സ്ഥാപിക്കപ്പെട്ട പാർക്ക് 1930 ദേശീയ ഉദ്യാനവുമായും 1995 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി മാറുകയും ചെയ്തു. 73 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള പാർക്കിൽ 83 ഗുഹകളുണ്ട്. 1880കളിൽ കുടിയേറ്റക്കാർ നടത്തിയ ഖനനവും തുടർന്നുള്ള അന്വേഷണവുമാണ് ഗുഹയിലേക്ക് വെളിച്ചം വീശിയത്. ഏകദേശം 250 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ആരംഭിക്കുന്നതാണ് ഗുഹയുടെ ചരിത്രം. ചുണ്ണാമ്പ് കല്ല് നിറഞ്ഞ ആഴം കുറഞ്ഞ ഒരു കടൽ ഇവിടെ ഉണ്ടായിരുന്നു. ബാഷ്പീകരണത്തെ തുടർന്ന് കടൽ അപ്രത്യക്ഷമാവുകയും ചുണ്ണാമ്പ് കല്ലുകൾ ജിപ്സമായി മാറുകയും ഭീമാകരമായി അവ പരിവർത്തന വിധേയമാവുകയും ചെയ്തു. പിന്നീട് ഇവ ഗുഹകളായി മാറി. ഓരോ സൃഷ്ടി വൈഭവത്തിനും പിന്നിലുള്ള സൃഷ്ടാവിന്റെ കരവിരുതിനെ ഓർത്ത് അത്ഭുതപ്പെടാനുള്ള വകകളാണ് പ്രകൃതിയിലെ ഓരോ വിസ്മയങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത്. ഇവയെ വേണ്ട വിധം മനസ്സിലാക്കുകയാണെങ്കിൽ മനുഷ്യന് അവനിൽ തന്നെ അഹങ്കരിക്കാൻ തക്കതായി യാതൊന്നുമില്ലെന്ന് മനസ്സിലാക്കാനാവും. നാം ജീവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചം ഇനിയും എത്രയോ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ചിലത് മാത്രം നാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്നേയുള്ളൂ. അത്ഭുതങ്ങളും അതിശയങ്ങളും നിറഞ്ഞ അസാധാരണങ്ങളും വിസ്മയാവഹവുമായ മറ്റു കഥകളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിട.